ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ 1 ബ്ലോക്ക് ചാലഞ്ചാണ്. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളൊരു 1 ബ്ലോക്ക് ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ നമുക്ക് ചെയ്യുക. കളി തുടങ്ങുക. നമ്മൾ ഒരു ബ്ലോക്ക് ഒട്ടിച്ചപ്പോൾ തന്നെ വീണ് ചത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ റീസ്പോൺ ആയി. ഇനി സൈഡിൽ ബ്ലോക്ക് വെച്ചിട്ട് കളിക്കുക, ഇല്ലെങ്കിൽ താഴെ വീണ് പിന്നെയും ചാവും. പതിയെ പോയി ഒരു ബ്ലോക്ക് വയ്ക്കാം. ഇപ്പോൾ ഇനി നമ്മൾ സേഫാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ നിന്ന് ബ്ലോക്ക് 1 ലെവൽ ഒരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ബ്രേക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം എന്താണ് അതിൻ്റെ അതുള്ളതെന്ന്. ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ഒരു 110 ബ്ലോക്കൊക്കെ പൊട്ടിക്കാം. 110 ബ്ലോക്ക് വരാം. കുറേ ബ്ലോക്ക് നമുക്ക് കുറേ വുഡ് കിട്ടിയിട്ട് വേണം ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമുക്കൊരു റാബിറ്റിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് റാബിറ്റിന് ക്യാരറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കുകയെങ്കിലും ചെയ്യുന്നത്. ഇപ്പോൾ റാബിറ്റിനെ സേഫ് ആക്കണം. ഇപ്പോൾ സൈഡിലോട്ട് നമുക്ക് ബ്ലോക്ക് വെച്ച് സൈഡിലോട്ട് നീങ്ങിയിരുന്ന് ചെയ്യാം. അവിടെ ഒരു പൂവ് വെച്ച് കൊടുക്കാം. പിന്നെ പണിയായി. അടുത്ത് ആട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡേർട്ട് വെച്ച് ഇവിടെ ഇങ്ങോട്ട് നീങ്ങാം. ഇപ്പോൾ ബ്ലോക്ക് അപ്പുറത്തെ സൈഡിലോട്ട് ബ്ലോക്ക് ഈ ആട് കാരണം പറഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് സെറ്റ്. അയ്യോ അയ്യോ, ആട് പോവല്ലേ ആടെ. നമുക്ക് ഈ ബ്ലോക്ക് പൊട്ടിക്കാം. ഇത് ഡേർട്ട് ഇത് കൂടി വരികയാണ്. നമുക്ക് ഒരു സ്റ്റാക്കൊക്കെ ഡേർട്ട് സെറ്റ് ചെയ്യണം. നമുക്ക് പംകിനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ആട് അങ്ങനെ ഒറ്റ കാലിൽ 2 കാലിലൊക്കെ നിന്നാണ് ആട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആട് നിൽക്കുന്ന അവിടെയായിട്ട് ബ്ലോക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു മുയലുണ്ടായിരുന്നു, അതിപ്പോൾ കാണാനില്ല. അയ്യോ, താഴെ പോയി ആട്. കുഴപ്പമില്ല, നമുക്കിനി കുറച്ചുകൂടെ സ്ഥലം വലുതാക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ബ്ലോക്ക് വെച്ച് നമുക്ക് ഇവിടെ പറ്റൂല. ഇവിടെ വയ്ക്കാൻ നിന്നാൽ താഴെ വീഴും. നമ്മൾ താഴെ വീണാൽ പിന്നെ ഒന്നിന്ന് കളിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് പോവാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വെച്ച് പോവാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സൈഡ് കൂടെ കവർ ചെയ്ത് വെക്കണം. ഓക്കെ 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 നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് അവിടെയൊക്കെ ബ്ലോക്ക് വെച്ച് നമുക്ക് ഈ ലൈൻ അത്രയും സെറ്റായിട്ടുണ്ട്. ഈ ഒരു ബ്ലോക്ക് കൂടെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അതിന് ചുറ്റും ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടല്ല, ഒരു സ്ക്വയർ ഷേപ്പിൽ. ഇനി ബാക്കി ഡർട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ മൈൻ ചെയ്യാം. ഇനി നമുക്കിങ്ങനെ പിന്നെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വുഡാണ് ആവശ്യം. ക്രാഫ്റ്റിംഗ് ടേബിൾ ചെയ്തിട്ട് നമുക്ക് ടൂൾ ചെയ്യണം.
ഇവിടെയൊക്കെ പൂ വെച്ച് കൊടുക്കാം. ഫുൾ ഈ 4 സൈഡിലും പൂ വെച്ച് കൊടുക്കാം. നമുക്ക് മൈൻ ചെയ്യാനുള്ള ബ്ലോക്ക് അറിയാൻ വേണ്ടിയില്ലേ, നമ്മൾ അതിൻ്റെ പുറത്തുനിന്ന് മൈൻ ചെയ്യും ചിലപ്പോൾ. ഫ്രണ്ട്സ്, നമുക്ക് വുഡെല്ലാം ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പോൾ വുഡൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പം ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. വുഡ് ബ്ലോക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഈ കോണിലായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെസ്റ്റ് വന്നിട്ടുണ്ട്, നമുക്കത് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ചെസ്റ്റിൽ നിന്ന്. 2 പൊട്ടറ്റോയും ഒരു ആപ്പിളും കിട്ടിയിട്ടുണ്ട്. നമുക്കിനിയും ബ്ലോക്ക് മൈൻ ചെയ്യാം. 110 നമുക്ക് ബ്ലോക്ക് മൈനിങ് നടത്താം. പിന്നെ ഒരു പംകിങ്, 2 പംകിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയമൊന്നുമില്ല, ഇത് കിട്ടിയിട്ടുണ്ട്. മൊത്തം ഡേർട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ ഒരു വുഡ് കിട്ടി. പിന്നെ വുഡ്. ഒരു പശുവിനെ കിട്ടി. മൈൻ ചെയ്യാം. ഈ പശു ഇവിടെ നനങ്ങുമില്ല, മഴയൊക്കെ വന്നിട്ടുണ്ട്. മാറി മൈനിങ് നിർത്തണില്ല. നമ്മൾ 110 വരെ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റിക്ക് വേണം. നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യാൻ വുഡൻ പിക്കാസ് ചെയ്യാം. നമുക്ക് വുഡൻ പിക്കാസ് 2 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് കയ്യിൽ വെച്ചിരിക്കാം. ഒരു പിക്കാസ് മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ചെസ്റ്റിൻ്റെ അകത്തേക്ക് വയ്ക്കാം. നമുക്ക് വേറെ ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. പശുവിനെ തല്ലിക്കൊന്നാലും വെട്ടിക്കൊല്ല. താഴെ പോയി. നമ്മളിനി ഒരു ഐറ്റം ഇല്ല ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
എല്ലാം നമ്മൾ ചെസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.